ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മേ, സിത്താരയെ വിളിക്കുന്ന. എടുക്കണ്ട. നിന്റെ വാക്കുകൾ കേൾക്കാതെ സിത്താര ഫോൺ കട്ട് ചെയ്തതല്ലേ? നമ്മളിങ്ങനെ വാശി പിടിക്കേണ്ട കാര്യമുണ്ടോ അമ്മേ? എടുത്തേക്കാം. ഹലോ സുമിത്ര, ഐ എം റിയലി സോറി. ശ്രീനിവാസിനെ കുറിച്ച് എന്തെങ്കിലും എനിക്ക് പറയാനുണ്ടായിരുന്നെങ്കിൽ ഈ ബന്ധം ആലോചിച്ച ദിവസം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുമായിരുന്നു. ഞാനന്ന് പറഞ്ഞത് എന്റെ മോക്ക് ഞാൻ മാത്രമേ ഉള്ളെന്നാ. സിത്താര, ഒരു ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിച്ചതൊന്നും അല്ല ഞാൻ. അറിഞ്ഞിരിക്കാൻ വേണ്ടി. നന്ദഗോപാലിനോടൊപ്പം സുഖമായിട്ട് ജീവിക്കുന്ന സുമിത്രയ്ക്ക് ഒരുപക്ഷെ ഭർത്താവ് ചതിച്ച ഒരു പെണ്ണിന്റെ വേദന മനസ്സിലാവില്ല. എന്നെയും എന്റെ മോളെയും ചതിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരാളാ. അതിനുശേഷം ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഞങ്ങളിലേക്ക് വരാത്ത ഒരാൾ. ഞാൻ ഏറ്റവും വെറുക്കുന്ന പേര് സുമിത്ര ചോദിച്ചപ്പോ എനിക്ക് ദേഷ്യം വന്നു പോയി. അതെന്റെ തെറ്റാ. സാരമില്ല സിത്താരെ. ഗാതമുക്ക് അച്ഛനില്ല, അങ്ങനെ ഒരാൾ വരാനുമില്ല. അച്ഛൻ ഉപേക്ഷിച്ച മകളെ വിവാഹം ചെയ്യാനായിട്ട് നവീനോ നിങ്ങൾക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വിവാഹത്തിന് ഇപ്പൊ ഒഴിഞ്ഞേക്കാം. അയ്യോ, അങ്ങനെയൊന്നും പറയില്ലേ സിത്താരെ. നവീൻ ഇഷ്ടപ്പെട്ടത് ഗാഥയല്ലേ? ഞങ്ങളെ സ്നേഹിച്ചതും മനസ്സിൽ ഏറ്റിവെച്ചതും ഗാഥമോളെ തന്നെയാ. ഞങ്ങൾക്കിനി ഗാഥമോളെ പിരിയാൻ പറ്റില്ല. താങ്ക് യു സുമിത്ര. പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. വിവാഹ പന്തലില് ഇത്തരം ചോദ്യങ്ങൾ ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവാതിരിക്കാനൊന്ന് ശ്രദ്ധിച്ചാ വളരെ നല്ലതായിരിക്കും കേട്ടോ. വേറൊന്നുമല്ല, എനിക്ക് ചിലപ്പോ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത്രയ്ക്ക് സഹിച്ചിട്ടുണ്ട് ഞാൻ, അത്രയ്ക്ക് വേദനിച്ചിട്ടുണ്ട്, അത്രയ്ക്ക് ഒറ്റപ്പെട്ടിട്ടുണ്ട് ഞാൻ. സിത്താരെ. ഓക്കെ സുമിത്ര, ഐ വിൽ കോൾ യു ബാക്ക് ടുമോറോ. നന്നായി മാം, ആ കാര്യം പരിഹരിച്ചല്ലോ. സിത്താരെ പോലൊരാള് കരയാന്നൊക്കെ പറഞ്ഞാ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ അമ്മേ? അച്ഛനില്ലാത്ത കുട്ടി. ഗാഥമോളെ കുറിച്ച് നമ്മൾ അങ്ങനെ കരുതിയാ മതി. ഇനി അതൊന്നും ചോദിക്കണ്ട, അല്ലേ അമ്മേ? ആ, എന്നാൽ അങ്ങനെ നടക്കട്ടെ.